നമ്മുടെ നാടൻ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. അതൊഴിച്ച് നമുക്ക് നല്ലൊരു മോരുകറി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങാപ്പഴമാണ്. എന്തൊരു മണമെന്നറിയാം മാങ്ങാപ്പഴത്തിന്. പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ബാഗൊക്കെ താഴെ വെച്ചിട്ട് ഓടിച്ചെന്ന് നോക്കുന്ന ആദ്യം ഈ മാവിൻ്റെ ചുവട്ടിൽ ഈ മാങ്ങ വീണിട്ടുണ്ടെന്നായിരിക്കും. വേറെ ആരും പറക്കി എടുക്കുന്നതിന് മുമ്പ് ഇത് പറക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുമായിരുന്നു. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് ഈ മാങ്ങ ആദ്യം വേവിച്ചെടുക്കണ്ടേ. മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും വെള്ളം മതിയാവും. തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരട്ടെ. ഒരു ചെറിയ മുറി തേങ്ങായും കുറച്ച് ജീരകവും 3-4 ചുള ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. മാങ്ങാപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇനി ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ തിളയൊന്ന് കുറയട്ടെ. തീ ഒന്ന് കുറച്ച് വയ്ക്കുമ്പോൾ തിളയുടെ ശക്തി ഒന്ന് കുറഞ്ഞോളും. കണ്ടോ. ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത്. തൈര് ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ വെട്ടി തിളയ്ക്കരുത് കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം. പയ്യെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീയൊന്ന് ഓഫ് ചെയ്യണം. മൺചട്ടി അതുകൊണ്ട് നല്ലപോലെ ചൂട് നിൽക്കും. അപ്പോൾ വാങ്ങി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കണം കേട്ടോ. പയ്യെ ഒന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, ഇത് പയ്യെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ തിളയൊന്ന് ശരിക്കും ചൂടാറുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം നോക്കാം. ചിലപ്പോൾ ആ മോര് ചേർത്തപ്പം ഉപ്പ് കുറവുണ്ടായിരിക്കും. ചിലപ്പോൾ പാകത്തിനായിരിക്കും. നോക്കിയിട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് പാകത്തിനുള്ള ഉപ്പുണ്ട് കേട്ടോ. ഇനി ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചേർക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഉലുവയും കടുകും കൂടി പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞു. നല്ല നാടൻ മാങ്ങാപ്പഴം കിട്ടുമ്പോൾ ഇങ്ങനെ കറി വെക്കണം കേട്ടോ. നാടൻ മാമ്പഴം ഇതുപോലെ കറി വെക്കുമ്പോൾ ചോറ് അധികം വെക്കണം കേട്ടോ വീട്ടിൽ, അല്ലെങ്കിൽ ചോറ് തികയാതെ വരും. എല്ലാവരും ഈ മാമ്പഴക്കാലത്ത് നാടൻ മാങ്ങാപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെക്കണം കേട്ടോ.